ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മുറ്റിച്ചൂരിൽ പട്ടാപ്പകൽ കളക്ഷൻ ഏജന്റിനെ ആക്രമിച്ച് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. കാറിലെത്തിയ സംഘമാണ് ബൈക്ക് യാത്രക്കാരന്റെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ച് പണം കവർന്നത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലൻപാറ സ്വദേശി മോഹനനാണ് മരിച്ചത്. ശക്തൻ മാർക്കറ്റിന്റെ വികസനത്തിനായി തയ്യാറാക്കിയ 800 കോടി രൂപയുടെ പദ്ധതി എവിടെ പോയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഭരണസമിതി അധികാരത്തിലെത്തിക്കണമെന്നും സുരേഷ് ഗോപി. കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനയെ തുരത്താൻ കുങ്കിയാനകളെ എത്തിച്ചു. ആനയെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാൻ ശ്രമം. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രധാന പ്രതി അറസ്റ്റിൽ. നെന്മിനി സ്വദേശി പ്രഗിലേഷാണ് അറസ്റ്റിലായത്. ബസ് യാത്രക്കിടയിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ SDPI നേതാവ് അറസ്റ്റിൽ. കോതപ്പറമ്പ് സ്വദേശി ഷമീറാണ് അറസ്റ്റിലായത്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ഡിവൈഡർ തല്ലിത്തകർത്ത മുൻ MLA അനിൽ അക്കര. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ ശിവക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കുള്ള യു-ടേൺ അടച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. വാർത്തകൾ വിശദമായി. മുറ്റിച്ചൂരിൽ പട്ടാപ്പകൽ കളക്ഷൻ ഏജന്റിനെ ആക്രമിച്ച് 3 ലക്ഷം തട്ടിയെടുത്തു. അന്തിക്കാട് മുറ്റിച്ചൂർ പള്ളിയമ്പലത്തിന് സമീപമായിരുന്നു സംഭവം. കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രക്കാരനായ കളക്ഷൻ ഏജന്റിനെ ആക്രമിക്കുകയായിരുന്നു. വാടാനപ്പള്ളിയിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി അക്ഷയെയാണ് കാറിൽ പിന്തുടർന്നെത്തിയ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ച് കയ്യിലുണ്ടായിരുന്ന 3 ലക്ഷം രൂപ അടങ്ങിയ ബാഗുമായി കടന്നുകളഞ്ഞത്. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലൻപാറ ചെമ്പ്രംകോട്ടിൽ 55 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. കുണ്ടന്നൂർ മുട്ടിക്കൽ സെന്ററിന് സമീപം കട നടത്തുന്നയാളാണ്. ലോറി ഇടിച്ചതിനെ തുടർന്ന് ബൈക്കിൽ നിന്ന് വീണ മോഹനന്റെ തലയിലൂടെ ടോറസ് ലോറിയുടെ ചക്രം കയറിയിറങ്ങുകയായിരുന്നു. മാള എടയാറ്റൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടിയ യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. കൊരട്ടി സ്വദേശി കുരിശിങ്കൽ ജൈജു ആണ് ബസ്സിൽ നിന്ന് ചാടിയത്. പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്നമനടയിൽ നിന്ന് മാളയിലേക്ക് വരികയായിരുന്നു ബസ്. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ കോർപ്പറേഷൻ ഭരണസമിതിക്ക് കഴിയുന്നില്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഭരണസമിതിയെ അധികാരത്തിലെത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ശക്തൻ മത്സ്യമാംസ മാർക്കറ്റിൽ സംഘടിപ്പിച്ച ST കോഫി ടൈംസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ശക്തൻ മാർക്കറ്റിന്റെ വികസനത്തിനായി തയ്യാറാക്കിയ 800 കോടി രൂപയുടെ പദ്ധതി ഇപ്പോൾ എവിടെയാണെന്നും സുരേഷ് ഗോപി ചോദിച്ചു. വികസന പദ്ധതികൾക്ക് തന്റെ സഹകരണം തേടാൻ കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാകുന്നില്ല. ശക്തൻ മാർക്കറ്റിന് താൻ നൽകിയ 1 കോടി രൂപയുടെ ഫണ്ടിൽ നിന്ന് 18 ലക്ഷം ലാപ്സാക്കുകയായിരുന്നു ഭരണസമിതിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മത്സ്യമാംസ മാർക്കറ്റിലെ വ്യാപാരികൾ അവർ നേരിടുന്ന പ്രാഥമിക സൗകര്യങ്ങളുടെ അപര്യാപ്തത സുരേഷ് ഗോപിയോട് ഉന്നയിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എനിക്കറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. ഒരു ഫയൽ നമ്പർ കിട്ടാതെ എനിക്ക് അത് അന്വേഷിക്കും. പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അതിന് അവകാശമില്ല. എങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. വർഗീസ് ചേട്ടനെ എത്ര തവണ ഫോണിൽ വിളിച്ച് ആ ആർക്കിടെക്റ്റിനെയും ഇതിൻ്റെ ഓഡിറ്റ് സെക്ഷനിലുള്ള ആരെയെങ്കിലും എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്ന് അയച്ചു തരുമെന്ന് എത്ര പ്രാവശ്യം അങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം എൻ്റെ സാന്നിധ്യത്തിൽ ഒപ്പം വന്നിരുന്ന് പറയട്ടെ.
കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്തുവാനുള്ള ദൌത്യവുമായി വനം വകുപ്പ് വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ചു. വിക്രം, ഭരത് എന്നീ ആനകളെയാണ് വനം വകുപ്പ് കുതിരാനിൽ എത്തിച്ചത്. അപകടകാരിയായ ഒറ്റയാനെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് ശ്രമം. ആനയെ കാടുകയറ്റാൻ ആയില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കുന്നതിനും വനം വകുപ്പിന്റെ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ഒരു വാച്ചർക്ക് പരിക്കേറ്റിരുന്നു. പട്രോളിങ്ങിന് എത്തിയ വനം വകുപ്പിന്റെ ജീപ്പും ആന തകർത്തിരുന്നു. കുതിരാൻ തുരങ്കം വന്നതിനു ശേഷമാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങാൻ തുടങ്ങിയത്. പഴയ പാത കല്ലിട്ട് പൂർണ്ണമായും അടച്ചതോടെ മലയിൽ നിന്ന് ആനയ്ക്ക് ജനവാസ മേഖലയിലേക്ക് എളുപ്പത്തിൽ കടക്കാൻ സാധിച്ചു. വാഴാനി മേഖലയിലും ആനക്കൂട്ടം എത്തുന്നുണ്ട്. കൂട്ടത്തിലെ ഒറ്റയാനാണ് കുതിരാനിൽ തുടർച്ചയായി ഇറങ്ങുന്നത്. അതിരപ്പള്ളി വെറ്റിലപ്പാറ പാലത്തിന് സമീപം കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. ഇതേ തുടർന്ന് ഏഴാറ്റുമുഖം ഭാഗത്തുനിന്നും അതിരപ്പള്ളി റോഡിലേക്കുള്ള ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഇന്ന് പുലർച്ചെ എത്തിയ 8 ആനകളാണ് എണ്ണപ്പനകൾ റോഡിലേക്ക് വലിച്ചിട്ട് ഭക്ഷിച്ചത്. നേരം പുലർന്നിട്ടും ഇവയുടെ തീറ്റ അവസാനിച്ചിരുന്നില്ല. ഇതിനിടയിൽ എത്തിയ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശത്തും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. രാവിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾ അടക്കം നാട്ടുകാർ എത്തിയപ്പോഴാണ് ആനക്കൂട്ടം പിൻവാങ്ങിയത്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രധാന പ്രതി അറസ്റ്റിൽ. നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷാണ് മുംബൈയിൽ അറസ്റ്റിലായത്. ഒക്ടോബർ 10-നാണ് മുസ്തഫയെ കർണംകോട് ബസാറിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശക്കാരുടെ ഭീഷണി മൂലമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്നും കുറിപ്പുണ്ടായിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പ്രഗിലേഷ്, ദിവേക് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇരുവരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നുവെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല. പ്രഗിലേഷിന്റെ വീട് അടച്ചുകിടന്നിരുന്നതിനാൽ കോടതിയുടെ അനുമതി വാങ്ങി പൂട്ട് തകർത്താണ് റെയ്ഡ് നടത്തിയത്. പ്രഗിലേഷും ദിവേഗും മുസ്തഫയെ വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിച്ചതായും പരാതിയിലുണ്ടായിരുന്നു. 6 ലക്ഷം കടമെടുത്തതിന് 40 ലക്ഷം രൂപ തിരിച്ചടച്ചുവെന്നും ഭൂമി എഴുതി വാങ്ങിയെന്നും മുസ്തഫ കത്തെഴുതി വെച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രഗിലേഷിനെ 1-ാം പ്രതിയാക്കി ടെമ്പിൾ പോലീസ് കേസെടുത്തതോടെ പ്രഗിലേഷും കുടുംബവും ഒളിവിൽ പോവുകയായിരുന്നു. മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്ത ശേഷമാണ് കാറിൽ കടന്നത്. CCTV ദൃശ്യത്തിൽ ഇത് വ്യക്തമായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് മുംബൈയിലെത്തിയപ്പോൾ പിന്തുടർന്നെത്തിയ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെയും കൊണ്ട് പോലീസ് ഗുരുവായൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബസ് യാത്രക്കിടയിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം SDPI നേതാവ് അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി MK ഷമീറാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. എറണാകുളത്ത് നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് സർവീസ് നടത്തിയ ബസ്സിൽ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ കോൺക്രീറ്റ് ഡിവൈഡർ ചുറ്റിക കൊണ്ട് തല്ലിത്തകർത്ത് മുൻ MLA അനിലക്കര. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ ശിവക്ഷേത്രത്തിന് സമീപമുള്ള യൂടേൺ അടച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. യൂടേൺ അടയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ട് അധികൃതർക്ക് നേരത്തെ രേഖാമൂലം പരാതിയും നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് ഡിവൈഡർ ചുറ്റിക കൊണ്ട് ഉപയോഗിച്ച് തല്ലിത്തകർത്തത്. സംഭവം അറിഞ്ഞ് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. നിലവിൽ ഡിവൈഡർ സ്ഥാപിച്ചത് മൂലം അടാട്ട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ 1.5 കിലോമീറ്ററോളം ചുറ്റിയാണ് പോകേണ്ടി വരുന്നത്. വിയ്യൂരിൽ നിന്ന് കൊടും കുറ്റവാളി ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിൽ അന്വേഷണത്തിനായി ക്യൂബ്രാഞ്ച് സംഘം തൃശൂരിലെത്തി. ഇന്നലെയാണ് അന്വേഷണം ക്യൂബ്രാഞ്ച് ഏറ്റെടുത്തത്. പാടൂക്കാട് സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിച്ച് വിയ്യൂരിൽ നിന്ന് ബാലമുരുകൻ കടക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. എന്നാൽ പരിശോധനയ്ക്കിടെ ഈ ദൃശ്യങ്ങൾ മാഞ്ഞുപോവുകയാണ് ഉണ്ടായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിക്കാനിടയായ സംഭവത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. BJP ജില്ലാ ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. കേരളത്തിലെ സാധാരണക്കാർ ചികിത്സാ കാര്യത്തിൽ അനുഭവിക്കുന്നത് കടുത്ത ക്രൂരതയും അവഗണനയുമാണ്. 2015-16 കാലഘട്ടം മുതൽ കേരളത്തിലെ ആരോഗ്യരംഗം മലീമസമാക്കുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്തതെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ചെയ്യാൻ കാലതാമസം അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായതും എന്ത് സാഹചര്യമാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് ആരോഗ്യ മേഖലയിൽ എന്നതും നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 2015-16 മുതൽ ആരോഗ്യരംഗം പാടെ തകരുകയാണ്. ജില്ലാ ആശുപത്രികളിലെ
സംവിധാനത്തെ ഉയർത്താനോ അവിടെ എല്ലാ വിഭാഗത്തിനും ഡോക്ടറെ നിയമിക്കാനോ ആവശ്യത്തിന് നഴ്സുമാരെ വെക്കാനോ ആവശ്യമായ മെഡിസിൻ സംവിധാനം ഏർപ്പെടുത്താനോ ഒന്നും തയ്യാറാകാതെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം മലീമസമാക്കുകയാണ് ഈ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ ഇന്ന് നമ്മൾ കാണുന്നത്. കേരളത്തിലെ ആരോഗ്യ മേഖല പരിപോഷിക്കപ്പെടണം എന്നതിനെക്കുറിച്ച് കൃത്യമായി പൊതുസമൂഹത്തിനോട് ഉത്തരം പറയേണ്ട ബാധ്യത കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കുണ്ട്. തിരുവില്ലാമല കുത്താമ്പുള്ളി പുതിയ പാലത്തിന് സമീപം 6 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തേനീച്ചയുടെ കുത്തേറ്റു. കുത്താമ്പുള്ളി സ്വദേശികളായ മീനാക്ഷി രാമൻ, രാധാ ശിവകുമാർ, രാധാ ഉണ്ണികൃഷ്ണൻ, ജാനകി അയ്യപ്പൻ, സിന്ധു രാമു, കമലം ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. പരിക്കേറ്റവരെ തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. രാധാ ഉണ്ണികൃഷ്ണനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പന്നിത്തടത്ത് വീണ്ടും അപകടം. പുലർച്ചെ 1 മണിയോടെയാണ് പന്നിത്തടം സെന്ററിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറും കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന താർ ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. ജീപ്പ് റോഡിൽ മറിഞ്ഞു. പരിക്കേറ്റ യാത്രക്കാരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസും പഴയന്നൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും തമ്മിൽ സംഗമിക്കുന്ന സെന്ററാണ് പന്നിത്തടം. അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധയുമാണ് വീണ്ടും അപകടത്തിനിടയാക്കുന്നത്. 4 ഭാഗങ്ങളിലും റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ വീട്ടുമുറ്റത്തെ വലയിൽ കുടുങ്ങിയ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തി. ലോകമലേശ്വരം തണ്ടാൻകുളം ചെറുവുള്ളിൽ അജിത് കുമാറിന്റെ വീട്ടിലാണ് മുള്ളൻ പന്നി എത്തിയത്. വീട്ടുമുറ്റത്തെ കൃഷിയിടത്തിൽ കെട്ടിയ വലയിലാണ് മുള്ളൻ പന്നി കുടുങ്ങിയത്. വാർഡ് കൗൺസിലർ റീന അനിൽ, സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ എന്നിവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടിയിൽ നിന്നും എത്തിയ വനം വകുപ്പ് സംഘം മുള്ളൻ പന്നിയെ പിടികൂടി. ഇനി 2 ആൾ എടുക്കണം. അപ്പോൾ അതെ കൊടുത്തോ. അപ്പം ഇന്ന് വരണ്ടേ ബാങ്കിലേക്ക്? ഫ്രീ ആയി ഇന്നലെ രാത്രി പട്ടി കിടന്ന് കുറയ്ക്കണമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അവർ. പക്ഷേ അത് അപ്പം നോക്കിയില്ല. നേരം വെളുത്ത് നോക്കിയപ്പോഴാണ് പച്ചക്കറി അവർ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വല വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലയുടെ ഉള്ളിൽ പെട്ടതാണ് മുള്ളൻ പന്നി. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. അപ്പോൾ തന്നെ ഞാൻ കണ്ണൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൻ ചേട്ടൻ നേരിട്ട് ഫോറസ്റ്റിലേക്കും വിളിച്ചു. അപ്പോൾ അവർ വന്നാണ് അത് കൊണ്ടുപോയത്. ഇപ്പോൾ കുറച്ച് നാളുകളായി വന്യമൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ നിർബാധം വിഹരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ യഥാർത്ഥ വസ്തുത കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വനത്തിലേക്ക് മനുഷ്യൻ്റെ അമിതമായിട്ടുള്ള പ്രവേശനവും മറ്റുമായിരിക്കാം വന്യമൃഗങ്ങൾ അവിടെ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരാനുള്ള കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കാടുണ്ടെങ്കിലേ നാടുണ്ടാകുമോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കാട്ടിലേക്ക് കൂടുതൽ കടന്നു കയറാതെ കാട്ടിലെ ആവാസ വ്യവസ്ഥ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയും മനുഷ്യർ നാട്ടിൽ മാത്രമായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതിദരിദ്രരുടെ ലിസ്റ്റിൽ അപേക്ഷ കൊടുത്തിട്ടും ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്ന പരാതിയുമായി കുമ്പളങ്ങാട് സ്വദേശിയായ വയോധിക. അവിവാഹിതയായ മേലമ്പാട് ഭുവനേശ്വരി അമ്മയാണ് നഗരസഭയിൽ പരാതിയുമായി എത്തിയത്. വർഷങ്ങളായി വീടിനും സ്ഥലത്തിനും വേണ്ടി നഗരസഭയിൽ കയറിയിറങ്ങി നടക്കുകയാണ്. സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമ പെൻഷനാണ് ഇപ്പോഴുള്ള ആകെ ഉപജീവന മാർഗം. ആ പണം കൊണ്ട് ഭക്ഷണത്തിനോ മരുന്നിനോ തികയുന്നില്ല. അതിദരിദ്രരുടെ ലിസ്റ്റിൽ പെടുത്തുവാനുള്ള സർവേ കഴിഞ്ഞു പോയതാണ്. പിന്നീട് ഒരു അറിയിപ്പും ഇതുവരെ ഉണ്ടായില്ല. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് ഭുവനേശ്വരി അമ്മയ്ക്ക് തോന്നിയത്. അന്നു മുതൽ പരാതിയുമായി അവർ നഗരസഭയിൽ കയറിയിറങ്ങുകയാണ്. തനിക്കും വീടും സ്ഥലവും നൽകിയില്ലെങ്കിൽ നഗരസഭയുടെ മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഭുവനേശ്വരി അമ്മ പറഞ്ഞു.
ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. RJD ജില്ലാ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. ചെമ്പൂക്കാവ് മുണ്ടശ്ശേരി സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ RJD സംസ്ഥാന പ്രസിഡന്റ് AV ശ്രേയംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറോലി അധ്യക്ഷത വഹിച്ചു. ദേശീയ സെക്രട്ടറി ഡോക്ടർ നീലാലോഹിതദാൻ, അഡ്വക്കേറ്റ് E രവീന്ദ്രനാഥ്, C വർഗീസ്, ജോർജ് V ഐനിക്കൽ, അജി ഫ്രാൻസിസ്, ജോബി K തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് വലിയ മുരിയാട്ടുകാർക്ക് ഇനി മുതൽ ക്രിമിറ്റോറിയം അന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടതില്ല. ക്രിമിറ്റോറിയം വീട്ടുമുറ്റത്തെത്തും. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം യാഥാർത്ഥ്യമാവുകയാണ്. ക്രിമിറ്റോറിയം, മൊബൈൽ ഫ്രീസർ, അത് കൊണ്ടുപോകാനുള്ള വാഹനം എന്നിവയ്ക്കായി 20 ലക്ഷം രൂപയോളം വരുന്ന പ്രോജക്റ്റാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതുപ്രകാരം വാഹനവും മൊബൈൽ ഫ്രീസറും ക്രിമിറ്റോറിയവും പഞ്ചായത്തിലെത്തിക്കഴിഞ്ഞു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആദ്യത്തേതും ജില്ലയിലെ 3ാമത്തേതുമായ പഞ്ചായത്താണ് മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, സെക്രട്ടറി M ശാലിനി എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെയും ഫ്രീസറിന്റെയും വാഹനത്തിന്റെയും താക്കോലുകൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ തുടങ്ങിയവർ സന്നിധരായി. ഹരിതകർമ്മസേനയ്ക്കാണ് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെ നടത്തിപ്പ് ചുമതല. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. മന്ദലാംകുന്നിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രിയാണ് സംഭവം. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ മന്ദലാംകുന്ന് പള്ളിക്ക് സമീപമാണ് അപകടം. ചാവക്കാട് ഭാഗത്തു നിന്നും പൊന്നാനി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ബസ്സിന് പുറകിൽ മറ്റൊരു ബസ് ഇടിക്കുകയായിരുന്നു. പെരിഞ്ഞനം പഞ്ചായത്തിന്റെയും വ്യാപാരികളുടെയും ദീർഘകാല സ്വപ്നമായ പെരിഞ്ഞനം 3 പീടിക ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യത്തിലേക്ക്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ET ടൈസൺ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സാഹിദ മുത്തുക്കോയ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, വാർഡ് അംഗം സുജ ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. IFSC കോഡ്, അക്കൗണ്ട് നമ്പർ, തുക. കയ്പമംഗലം പഞ്ചായത്തിന് പൊതു കളിസ്ഥലം യാഥാർത്ഥ്യമാക്കുന്നു. കയ്പമംഗലം 16ാം വാർഡിലെ 55 സെന്റ് സ്ഥലത്താണ് ആധുനിക രീതിയിൽ കളിസ്ഥലം ഒരുങ്ങുന്നത്. ET ടൈസൺ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA ഇസഹാഖ്, PA ഷാജഹാൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതിന്റെ എല്ലാ പ്രൊസീജിയറുകളും കാര്യങ്ങളും കഴിഞ്ഞു. നമ്മുടെ PWD ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു കളിസ്ഥലത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കടങ്ങോട് പഞ്ചായത്ത് LDF ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ കടങ്ങോട് മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മണ്ടംപറമ്പിൽ നിന്ന് ആരംഭിച്ച ദുർഭരണ വിമോചന ജാഥ DCC സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. കടങ്ങോട് നടന്ന സമാപന സമ്മേളനത്തിൽ PV കൃഷ്ണൻ, സജീവൻ, യാവുട്ടി ചിറമനേങ്ങാട്, സലാം വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
തിരക്കേറിയ റോഡുകളിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ കോൺക്രീറ്റ് പാളികൾ, ടൈൽസ്, തടികൾ, മെറ്റൽ ഷീറ്റ്, ഫ്ലക്സ് എന്നിവ ലോറികളിലും മറ്റും വാഹനങ്ങളിലും കൊണ്ടുപോകുന്നത് പതിവായ സാഹചര്യത്തിൽ ഇവ നിയന്ത്രിക്കുന്നതിനായി സ്വീകരിച്ച നടപടികൾ 1 മാസത്തിനകം അറിയിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കമ്മീഷൻ അംഗം വി ഗീത തൃശൂർ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ് നിർദ്ദേശം നൽകിയത്. അകലക്കാട് മെറ്റൽ ഷീറ്റ് വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ് ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരൻ ഷാജി, കാൽനട യാത്രക്കാരനായ മുഹമ്മദ് അലി എന്നിവർ മരിച്ച സംഭവത്തിൽ പശ്ചാത്തലത്തിൽ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് വി ദേവദാസ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. നിയുക്ത മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരിയും കുടുംബവും ചൂലർ യോഗിനി മാതാ ബാലികാ സദനം സന്ദർശിച്ചു. ആലുവയിലെ തന്ത്രി പീഠത്തിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് ബാലികാ സദനത്തിലെത്തിയത്. ബാലികാ സദനത്തിലെ കുട്ടികൾ വേദമന്ത്രാചരണത്തോടെ തന്ത്രിയെ സ്വീകരിച്ചു. യോഗിനി മാതാ സേവാ കേന്ദ്രം വൈസ് പ്രസിഡന്റ് NS സജീവ്, സെക്രട്ടറി PR രവി, ട്രഷറർ KS തിലകൻ എന്നിവർ സംസാരിച്ചു. യോഗിനി മാതാ ബാലികാ സദനം ഇത് വളരെ ഒരു വേളൂക്കര പഞ്ചായത്തിലെ വനിതാ സാംസ്കാരിക കലാകായിക കേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KS ധനീഷ് എന്നിവർ മുഖ്യാതിഥികളായി. മുല്ലശ്ശേരി പഞ്ചായത്ത് 9-ാം വാർഡിലെ മഹാത്മാ റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് റോഡ് നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ദാനേഷ് റോഡ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിഷ സുരേഷ്, വാർഡ് മെമ്പർ സജിത്, ശ്രീദേവി ജയരാജൻ, മിനി മോഹൻദാസ്, ഷീബ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ഗവൺമെന്റ് LP ബോയ്സ് സ്കൂൾ വർണ്ണകൂടാരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സിറാജ് മാരത്ത്, പ്രധാന അധ്യാപിക ലീലാംബിക, DPO രമേശ്, BPC ജയപ്രഭ, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കുട്ടികൾ, അതുപോലെ DPO രമേശ് സാറാണ്. അദ്ദേഹം നമ്മുടെ ഈ കാര്യത്തിന് വളരെ വായനശാലകൾ ജനകീയ സേവന കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ എരുമപ്പെട്ടി പഞ്ചായത്ത് വായനശാലകൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നെല്ലുവായ് ഗ്രാമീണ വായനശാലയിൽ നടന്ന കൈമാറ്റ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ MK ജോസ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് NB ബിജു, വായനശാല സെക്രട്ടറി അജു നെല്ലുവായ്, KN ഉണ്ണികൃഷ്ണൻ, പ്രദീപ് നമ്പീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാള പഞ്ചായത്തിന്റെ കുരുവിലശ്ശേരി രാമവിലാസം ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, സിനി ബെന്നി, ജയ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ നാടക പെരുമയുമായി അഴീക്കോട് IM UP സ്കൂൾ. ഉപജില്ലാ കലോത്സവങ്ങളിൽ UP വിഭാഗം നാടക മത്സരത്തിൽ സമീപകാലങ്ങളിലെ സ്ഥിര സാന്നിധ്യമാണ് ഈ വിദ്യാലയം. കഴിഞ്ഞ 4 വർഷമായി മികച്ച നടനുള്ള പുരസ്കാരം IM UP സ്കൂളിനാണ്. ഇക്കുറി 2ാമത്തെ നാടകവും മികച്ച നടനും ഇവിടെ നിന്നു തന്നെയാണ് കഴിഞ്ഞ വർഷം. നാടക മത്സരത്തിൽ 1ാം സ്ഥാനം IM UP സ്കൂളിനായിരുന്നു. ലഹരിക്കെതിരെയുള്ള സന്ദേശം പ്രമേയമാക്കിയ രണ്ടാമൂഴം എന്ന നാടകമാണ് ഇവർ ഇക്കുറി അരങ്ങിലെത്തിച്ചത്. ഞങ്ങളുടെ UP കുട്ടികൾ അവതരിപ്പിച്ച
സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1 സ്വർണവും 2 വെള്ളിയും നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ പെരിഞ്ഞനം സ്വദേശി മുഹമ്മദ് അഫ്ഫാഖിനെ ജന്മനാട് സ്നേഹാദരമൊരുക്കി. പെരിഞ്ഞനം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പെരിഞ്ഞനം പൗരാവലിയും സംയുക്തമായാണ് സ്നേഹാദരവ് സംഘടിപ്പിച്ചത്. ചക്കരപ്പാടത്ത് നടന്ന സ്നേഹാദര സമ്മേളനം ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, MM മുഹമ്മദ്, ഹനീഫ, EK രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ആ കഴിവെന്താണെന്ന് തിരിച്ചറിയാൻ പിന്നത്തെ പ്രശ്നം എളുപ്പത്തിൽ നമുക്ക് ആ ലക്ഷ്യം നേടാൻ വേഗത്തിൽ നമുക്ക് സഹായിക്കാൻ. പക്ഷെ പലപ്പോഴും നമ്മളതിൽ പരാജയപ്പെടുമ്പോഴാണ് കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും മേഖലയിൽ നമ്മൾ. തൃശൂർ ജില്ലാ സൈക്കിൾ പോളോ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പ് നാളെ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 9-ന് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C സുമേഷ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സൈക്കിൾ പോളോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PA ഹസൻ, സെക്രട്ടറി KH സനൂപ്, ട്രഷറർ ഗോപി മനോഹർ തുടങ്ങിയവർ പങ്കെടുത്തു. പാവറട്ടി പഞ്ചായത്ത് ഓഫീസിൽ സോളാർ സംവിധാനമൊരുക്കി. പുതിയ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ 10 കിലോ വാട്ട് വൈദ്യുതി ലഭ്യമാകുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. 11 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. പഞ്ചായത്തിന്റെ പ്രവർത്തികൾക്കുള്ള വൈദ്യുതി ഉപയോഗിച്ച ശേഷം കൂടുതലുള്ളത് KSEBക്ക് കൈമാറും. പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷയായിരുന്നു. ജനപ്രതിനിധികളായ സിബി ജോൺസൺ, സിൽജി ജോജു, ബെന്നി ജോസഫ്, വിമല സേതുമാധവൻ, ജെറോം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ ഈ മാസം 11, 12, 13 തീയതികളിൽ അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ എക്സ്പോ സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച രാവിലെ 10-ന് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. 3000-ഓളം സ്റ്റാളുകൾ എക്സ്പോയുടെ ഭാഗമായി ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കാറ്ററിംഗ്, ഇവന്റ് മാനേജ്മെന്റ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഡെക്കറേഷൻ, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിൽ നിന്നായി 30,000-ലധികം പേർ പ്രദർശനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ PI പോളി, ജോർജ് മാമ്പിള്ളി, PP ബാബു എന്നിവർ സംബന്ധിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ മഹാത്മാ പാർക്കിലെ നവീകരണ പ്രവർത്തനങ്ങൾ BJPയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തു. പാർക്കിന്റെ നവീകരണത്തിനായി കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ നഗരസഭാ ഭരണസമിതി നവീകരണം വൈകിപ്പിക്കുകയാണെന്ന് BJP ആരോപിച്ചു. തുടർന്നാണ് വാർഡ് കൌൺസിലർ സ്മിത കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ജനകീയ ഉദ്ഘാടനം നടത്തിയത്. BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, നേതാക്കളായ സന്തോഷ് ചെറാക്കുളം, കൃപേഷ് ചെമ്മണ്ട, ആർച്ച അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മഹാത്മാ പാർക്കിന് വേണ്ടി 35 ലക്ഷം രൂപ വകയിരുത്തി നമ്മുടെ ബഹുമാന്യായിട്ടുള്ള നമ്മുടെ കൗൺസിലർ പറഞ്ഞു. രക്തക്കുഴൽ രോഗങ്ങൾ മൂലം ഓരോ വർഷവും ആയിരക്കണക്കിന് കൈകാലുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാസ്കുലർ സൊസൈറ്റി ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആംപ്യൂട്ടേഷൻ ഫ്രീ ഇന്ത്യ എന്ന പേരിൽ തൃശൂരിൽ വാക്കത്തോൺ സംഘടിപ്പിക്കും. ആംപ്യൂട്ടേഷൻ ഫ്രീ ഇന്ത്യ ലിങ്ക് സേവ് ലൈഫ് എന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 6:30-ന് വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന വാക്കത്തോൺ ചെമ്പൂക്കാവിലുള്ള തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാസ്കുലർ ആൻഡ് എൻഡോവാസ്കുലർ സർജറി ആശുപത്രിയിൽ സമാപിക്കും. ഡോക്ടർമാർ, പൗരസംഘടനകൾ, വെൽനസ് വക്താക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ വാസ്കുലർ സർജനും ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഡോക്ടർ PM വിനീത് കുമാർ, PRO ബിബിൻ സാബു എന്നിവർ പങ്കെടുത്തു. ACC പരീക്ഷയിൽ ദേശീയ തലത്തിൽ 1ാം റാങ്കും അന്താരാഷ്ട്ര തലത്തിൽ 7ാം റാങ്കും കരസ്ഥമാക്കിയ കൊടുങ്ങല്ലൂർ ഉഴവത്ത് കടവ് സ്വദേശിനി നൌറീൻ ഫാത്തിമയെ ചെയർമാൻ റിലീഫ് സൊസൈറ്റി അനുമോദിച്ചു. MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CY സലീം അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ചെയർമാൻ ജുമാ മസ്ജിദ് ഖത്തീബ് ഡോക്ടർ സലീം നദ്വി, വാർഡ് കൌൺസിലർ KR ചൈത്രൻ, ഡോക്ടർ PA മുഹമ്മദ്, നോവലിസ്റ്റ് TK ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു.
എറിയാട് പഞ്ചായത്തിലെ ഇടതുപക്ഷ ഭരണത്തിനെതിരെ എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറ്റവിചാരണ യാത്ര നടത്തി. ജാഥ ക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റ് PA മുഹമ്മദ് സക്കീറിന് പതാക കൈമാറി. മുൻ MP TN പ്രതാപൻ യാത്ര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ TM നാസർ, അഡ്വക്കേറ്റ് PH മഹേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയപ്പെട്ട മഹിളാ പ്രതിനിധികളുണ്ട്. എല്ലാ ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ കൊണ്ടിരിക്കുന്നത് എന്ന് KPCC വിചാർ വിഭാഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ DCCയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. അതിദരിദ്രരില്ലാത്ത നാടാണ് കേരളമെന്ന് പറയാൻ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് ബോധമുള്ളയാൾക്ക് കഴിയില്ലെന്ന് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പറഞ്ഞു. CPM നേതാവ് K രാധാകൃഷ്ണൻ MPയുടെ നിയോജകമണ്ഡലമായ ചേലക്കരയിലെ ആദിവാസി കോളനിയിൽ ഒരു പെൺകുട്ടി കിടന്നുറങ്ങുന്നത് ആട്ടിൻകൂട്ടിലാണ്. ഇങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ കേരളം അതിദരിദ്രരില്ലാത്ത നാടാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ധിക്കാരമാണെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു. KPCC വിചാർ വിഭാഗ് വൈസ് പ്രസിഡന്റ് M സുജയ് അധ്യക്ഷത വഹിച്ചു. വിചാർ വിഭാഗ് സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ സാജൻ ചാക്കോ, രാമചന്ദ്രൻ പള്ളിയിൽ, സന്തോഷ് ചിറ്റാർ, ഹരീന്ദ്രൻ കരിമ്പനപ്പാലം, സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ ടോമി ജോർജ്, വിചാർ വിഭാഗ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റ്ലപ്പള്ളി, ഡോക്ടർ മനോജ് പുഷ്കർ തുടങ്ങിയവർ സംസാരിച്ചു. KPCC വിചാർ വിഭാഗിന്റെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള പ്രധാന ഭാരവാഹികൾ ശില്പശാലയിൽ പങ്കെടുത്തു. TCV തൃശൂർ. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആത്മാലയ അക്കാദമിയുടെ 10ാമത് പുരസ്കാര ചടങ്ങും നൃത്തോത്സവവും ശനിയാഴ്ച തൃശൂരിൽ നടക്കുമെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ പത്മജ സുരേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം പദ്ധതിയുടെ ഭാഗമായി ചെറുപ്പ് ക്ലസ്റ്റർ തല ഉദ്ഘാടനം മണലൂർ സാന്റ് ജോസ് കെയർ ഹോമിൽ നടന്നു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സ്മിത P. ജോസ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് CC ജോസഫ്, കെയർ ഹോം ഡയറക്ടർ ഫാദർ തോമസ് കൊമ്പൻ, പ്രോഗ്രാം കൺവീനർ KN സോന തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ന്യൂസ് കോർണർ ബോർഡ് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ന്യൂസ് കോർണർ ബോർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ഷീബ തോമസ്, TK സുബ്രഹ്മണ്യൻ, പ്രസ് ഫോറം പ്രസിഡന്റ് TT മുനേഷ്, ജനറൽ സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ മാത്രമല്ല, നമ്മുടെ നാടിനകത്ത് എന്തൊക്കെ വികസനം, ഏതൊക്കെ മേഖല ജനപ്രതിനിധികളൊക്കെ ഏറെ തിരക്കിലാണ്. ആ ഒരു സമയത്തും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും വലപ്പാട് പഞ്ചായത്ത് 2ാം വാർഡിലെ 130ാം നമ്പർ അങ്കണവാടിയുടെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. വലപ്പാട് സ്വദേശി അരിയംപറമ്പിൽ വിജയൻ സൗജന്യമായി വിട്ടുനൽകിയ ഭൂമിയിലാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ബിജോഷ് ആനന്ദൻ, മല്ലികാദേവൻ, അനിത കാർത്തികേയൻ, മണി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അതിനകത്ത് ആരൊക്കെയാണ് ഇതിനെ തുടക്കം കുറിക്കാൻ രൂപവും ഭാവവും. CPI ഓട്ടുപാറ ബ്രാഞ്ച് അംഗവും AITUC യൂണിയൻ നേതാവുമായ AM കബീർ INTUCയിൽ ചേർന്നു. കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് TP ഗിരീശൻ അംഗത്വം നൽകി. കോൺഗ്രസ് നേതാക്കളായ KK അബൂബക്കർ, KA മഹേഷ്, നിഷാദ് കുട്ടപ്പൻ, ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. NCC എറണാകുളം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിച്ചു. റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ P. വിവേകാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ് സംസാരിച്ചു. വിവിധ കോളേജുകളിൽ നിന്നായി 200-ലധികം NCC കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ്
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Golden Diamonds, തൃപ്രയാർ. മുറ്റിച്ചൂരിൽ പട്ടാപകൽ കളക്ഷൻ ഏജന്റിനെ ആക്രമിച്ച് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. കാറിലെത്തിയ സംഘമാണ് ബൈക്ക് യാത്രക്കാരന്റെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ച് പണം കവർന്നത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലൻപാറ സ്വദേശി മോഹനനാണ് മരിച്ചത്. ശക്തൻ മാർക്കറ്റിന്റെ വികസനത്തിനായി തയ്യാറാക്കിയ 800 കോടി രൂപയുടെ പദ്ധതി എവിടെ പോയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഭരണസമിതിയെ അധികാരത്തിലെത്തിക്കണമെന്നും സുരേഷ് ഗോപി. കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താൻ കുങ്കിയാനകളെ എത്തിച്ചു. ആനയെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാൻ ശ്രമം. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രധാന പ്രതി അറസ്റ്റിൽ. നെന്മിനി സ്വദേശി പ്രതിലേഷാണ് അറസ്റ്റിലായത്. ബസ് യാത്രക്കിടയിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ SDPI നേതാവ് അറസ്റ്റിൽ. കോതപ്പറമ്പ് സ്വദേശി ഷമീറാണ് അറസ്റ്റിലായത്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ഡിവൈഡർ തല്ലിത്തകർത്ത് മുൻ MLA അനിൽ അക്കര. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ ശിവക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കുള്ള U-ടേൺ അടച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.